ഇന്നലെ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു തമാശയായിരുന്നത് TG മോഹൻദാസ് പറഞ്ഞ കാര്യങ്ങൾ. ഡൽഹിയിലുള്ള സമരം എന്നെ ഏൽപ്പിക്കുമായിരുന്നെങ്കിൽ ഞാനത് വെറും 4 മണിക്കൂർ കൊണ്ട് ആ സമരം സോൾവ് ആക്കി തന്നേനേന്ന്. എങ്ങനെയാന്നല്ലേ ദാ പറയുന്നേക്ക്. എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. തോമല്ല, ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. എടോ പന്ന കിളവാ, നിന്നെയൊക്കെ പിരികേറ്റി വിടുന്ന നിന്റെയൊക്കെ ഗോഡ് ഫാദർമാരില്ലേ, അവര് വിചാരിച്ചിട്ട് നടന്നിട്ടില്ലത്. അവരെ വരെ മുട്ടുകുത്തിച്ചിട്ടുണ്ട് ഈ പിള്ളേർ. പിന്നെയല്ലേ മരുന്നിന് പോലും കൊള്ളാത്ത ഉണക്കച്ചുള്ളി പോലുള്ള വെട്ടി മുറിച്ച് അടുപ്പിൽ തിരികാനായിട്ടുള്ള നീയെ. നിനക്കൊക്കെ പോയി ചത്തൂടുറ കിളവ. വെറുതെ രാജ്യത്തിന് നിന്നെ ശാപമായിട്ട് ഈ ഒരു നാഷണൽ വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നിന്നെ പോലുള്ളവരൊക്കെ ചാവുന്നതാ. രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ യുവാക്കളാണ്. ആ യുവാക്കള് അവരുടെ ഭാവിക്കും ഇനി വരുന്ന തലമുറയുടെ ഭാവിക്കും വേണ്ടിയിട്ട് സമരം ചെയ്യുമ്പോൾ ആ സമരത്തിനെ വെടിവെച്ച് കൊന്നിട്ട് ആ ശവങ്ങളെ മോർച്ചറി കൊണ്ടുപോയി തള്ളും എന്ന് പറയുന്ന നീ, നിനക്ക് തെറ്റിമോനെ. നീ ഏതെങ്കിലും ഒരുത്തിനെ നേരെ തോക്ക് ചൂണ്ടിയാൽ മതി, നിന്നെ അവർ കുളിപ്പിച്ച് കിടത്തും. അത് ഇനം വേറെ. വല്ലാത്ത ജാതിയില്ലേ.